ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് അതുള്ളത്. അപ്പം ഇന്ന് മിനി വ്ളോഗൊന്നും ഈവനിങ് വ്ളോഗൊന്നും എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ ചിറ്റയുടെ പിള്ളേരും ചിറ്റയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ രണ്ടാമത്തെ പീസിനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീറ്റ് മിസ് പാറു. അപ്പോൾ പാറു ഇവിടെ ഇരുന്നിട്ട് ഹൈഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈഡി അഡിക്ഷൻ കൂടി കൂടി വരികയാണ് കുട്ടികൾക്ക്. എൻ്റെ അനിയത്തിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം അവരിവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി ഇപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. മഴക്കാലം ആയിട്ടില്ലെങ്കിലും ഇപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ട്. അതാവുമ്പോൾ മെയ് പകുതി ആകുമ്പോഴേക്കും മഴയൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ പകുതി ആയിട്ടില്ല, എന്നാലും ഇപ്പോൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴക്കാലമൊക്കെ. അപ്പോൾ ആകെ ഒരു മൂകത പിടിച്ച വൈബാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്, കാരണം തണുപ്പൊക്കെ ആണല്ലോ. പിന്നെ ഒരു ബുക്ക് കൊടുത്ത് ഞാൻ നേരെ ബാൽക്കണിയിലേക്ക് പോയിട്ടുണ്ട്. ബാൽക്കണിയിൽ പോയി ഒരു ഊഞ്ഞാലേക്ക് ആടിക്കൊണ്ട് ഞാൻ ഇരുന്ന് വായിക്കുകയാണ്. ഈ ഒരു വായിക്കുന്ന ബുക്ക് ഞാൻ കുറേ നാൾക്ക് മുമ്പ് വാങ്ങി വെച്ച ബുക്കാണ്. പക്ഷേ ഞാൻ ഇതുവരെ വായിച്ചു തന്നിട്ടില്ല, കാരണം മടി തന്നെയാണ് ഗെയ്സ്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. നിങ്ങൾ ബുക്കൊക്കെ വായിക്കാറുണ്ടോ? അപ്പോൾ ഇത് കുഞ്ഞിക്കൂനും കൊച്ചു നീലാണ്ടനും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കായിരുന്നു. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറീസാണ്, നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വായിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ ആകാശം നോക്കിയിരിക്കലാണ് എൻ്റെ പണി. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് മാഗി ഉണ്ടാക്കിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഞാനും പാറുടെയാണ് കഴിച്ചത്. അപ്പം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചൂലെടുത്ത് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. പിന്നെ കുറച്ച് അങ്ങനത്തെ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയി കുളിച്ചൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ 6 മണി ടു 8 മണി എനിക്കൊരു സ്റ്റഡി സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഇന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് മാത്സ് ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും മാത്സ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്കിൻ്റെ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ രാവണപ്രഭു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വൺ ഓഫ് ദ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പഴയ ഓൾഡ് ഹിറ്റ് മൂവീസ്. അപ്പം എന്തായാലും വൺ ഓഫ് ദ ഫേവറേറ്റ് തന്നെയാണ് രാവണപ്രഭു. ആൻഡ് ദേവാസുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഇരുട്ടായി പിന്നെ കാറ്റും മഴയൊക്കെ വരാനായിട്ട് പോവുകയാണ് ഗെയ്സ്. അപ്പം ഇത്ര ഉണ്ടായിരുന്നു.